മീനത്തിലേക്ക് വരികയാണ്. പൂരുരുട്ടാതിയും അവസാനവും ഉത്രട്ടാതിയും രേവതിയും കൂടെ കൂടുന്നു. ശരിക്ക് ലഗ്നത്തിൽ ശനി നിൽക്കുകയാണ്. അവർക്ക് 4-ലാണ് വ്യാഴം നിന്ന്, അവർക്ക് 5-ലേക്ക് വ്യാഴം വരികയാണ്. ഒരു പരിധി കൂടുതൽ അനുകൂലമായ കാലഘട്ടമാണ് മീനക്കൂറുകാർക്ക്. 5-ലെ വ്യാഴം വരിക എന്ന് പറഞ്ഞാൽ ഒന്ന് സന്തതി പരമ്പരകളുടെ ഉയർച്ച ഉണ്ടാവുക, സമാധാനം ഉണ്ടാവുക, സന്തോഷം ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ എല്ലാ ജീവിതത്തിലുണ്ടാകുന്ന കുറേ ഐശ്വര്യപ്രദമായ കാര്യങ്ങൾക്ക് സാധ്യതകളുണ്ട്. ഒരുപാട് മംഗളകരമായി നിൽക്കുന്ന മുഹൂർത്തങ്ങളും രസകരമായി നിൽക്കുന്ന അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നല്ല നല്ല ആദായങ്ങളും ആദായത്തിലൂടെ കിട്ടുന്ന സമ്പത്തിന് ഉയർച്ചയും നല്ല തൊഴിൽ മാറ്റവും തൊഴിൽപരമായ പുരോഗതിയും സാമ്പത്തികമായ പുരോഗതിയും ഇതിലൊക്കെ സാധ്യതകളുണ്ട്. തൊഴിൽപരമായ മേൽഗതി, അതായത് പ്രൊമോഷൻസ് കിട്ടുക, നല്ല സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റം കിട്ടുക, നല്ല ജോലി കിട്ടുക, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ജോലി കിട്ടുക, ഗവൺമെൻറ് ജോലി കിട്ടുക, അതിനൊക്കെ സാധ്യതയുണ്ട്. വസ്തു സംബന്ധമായിട്ടും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തീരുക, കോടതി വ്യവഹാരങ്ങൾക്കൊരു മാറ്റങ്ങൾ വരിക, ശാരീരിക സംബന്ധമായി നിൽക്കുന്ന അസുഖങ്ങൾക്കൊരു മയം വരിക, നമ്മുടെ മനസ്സിനെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന അലട്ടിക്കൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്ക് തീരുമാനങ്ങളാവുക, കുടുംബപരമായി നിൽക്കുന്ന തർക്കങ്ങളോ മറ്റു കാര്യങ്ങളുണ്ട് അതൊക്കെ ഒഴിവായി കിട്ടുക, അങ്ങനെയുള്ള സാധ്യതകളും മുഴുവൻ അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതം എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് പൊതുവെ അനുകൂലമാകുന്ന ഒരു കാലഘട്ടമാണ് മീനക്കൂറുകാർ. പക്ഷേ ലഗ്നത്തിൽ ശനിയുണ്ട്, ആ ശനി ദുരിതപ്രദനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വഴിപാടുകൾ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കണം. കുറേ പുതിയ പുതിയ കാര്യങ്ങൾക്കും മറ്റു വിഷയങ്ങൾക്കും ഒക്കെ തുടങ്ങാൻ പറ്റിയ സമയം, സാമ്പത്തികം നിക്ഷേപിക്കാൻ പറ്റിയ സമയം, പുതിയ വിദ്യാഭ്യാസം തുടങ്ങാൻ പറ്റിയ സമയം, നല്ല കാർഷിക മേഖല കൃഷി ഇറക്കാൻ പറ്റിയ സമയം, ഷെയർ മാർക്കറ്റിൽ ഉപയോഗിക്കാൻ പറ്റിയ സമയം, സിനിമാ രംഗത്തുള്ളവർക്ക് സിനിമാ രംഗത്ത് പുതിയ പുതിയ അവസരങ്ങൾ കിട്ടാൻ സമയം, രാഷ്ട്രീയ രംഗത്തുള്ള അനുകൂലമായ അവസ്ഥാവിശേഷം, രാഷ്ട്രീയമായ ഉന്നതമായ അവസ്ഥയുണ്ടാകാൻ സാധിക്കുന്നു. ഇതൊക്കെ സാധ്യതകളുണ്ട്. നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരെ, നമ്മളെ സ്നേഹിക്കുന്നവരെ, നമ്മളെ പരിലാളിക്കുന്നവരെ മറക്കാതെ ഈ മീനക്കൂറുകാർ മുന്നോട്ട് പോകണം. അതല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടികൾ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ ദോഷമുണ്ടാവും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സൂക്ഷിച്ച് മുമ്പോട്ട് പോവുക. ജീവിതം ഭംഗിയായിക്കൊള്ളും. ജ്യോതിഷ ആധ്യാത്മിക അറിവുകൾ വേഗത്തിൽ അറിയാൻ ഇപ്പോൾ തന്നെ ജ്യോതിഷ വാർത്ത സബ്സ്ക്രൈബ് ചെയ്യൂ.